അയോധ്യയിലെ കള്ളൻ, അതായത് രാം മന്ദിർ കള്ളൻ്റെ കഥ ധ്രുവരാട്ടി ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ആട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോ എപ്പം വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കുക അവിടെ നടന്നത് എന്താണെന്നുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വിഷയം വെറും ഒരു കൊള്ളയിലോ ഫണ്ട് തട്ടിപ്പിലോ മാത്രം ഒതുങ്ങുന്നതല്ല. സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് ക്ഷേത്ര നിർമ്മാണത്തിൽ തന്നെ അഴിമതി നടന്നിട്ടുണ്ട് എന്നതാണ്. ഒരു കേസിൽ 2 പേര് ചേർന്ന് 2 കോടി രൂപയ്ക്ക് ഒരു ഭൂമി വാങ്ങുന്നു. അതിനുശേഷം വെറും 10 മിനിറ്റിനുള്ളിൽ ആ ഭൂമി 18.5 കോടി രൂപയ്ക്ക് ക്ഷേത്ര ട്രസ്റ്റിന് മറച്ചു വിൽക്കുകയും ചെയ്യുന്നു. 2021 ജനുവരിയിൽ പൂനെയിലെ ചില സിന്ധി കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആളുകൾ സംഭാവനകൾ ശേഖരിച്ച് മുംബൈയിലെ ഒരു ജ്വല്ലറി ഉടമയുടെ അടുത്ത് പോകുന്നു. ഈ ഫണ്ട് ഉപയോഗിച്ച് അവർ വെള്ളി കൊണ്ട് 210 ഇഷ്ടികകൾ നിർമ്മിക്കുന്നു. ഓരോ ഇഷ്ടികയ്ക്കും 1 കിലോഗ്രാം തൂക്കമുണ്ടായിരിക്കും. കൂടാതെ ഈ ഇഷ്ടികകളിൽ അവരുടെ ഇഷ്ടദൈവമായിട്ടുള്ള ബോലാൻ പ്രഭുവിൻ്റെ ചിത്രവും ഉണ്ടായിരുന്നു. വീഡിയോയിൽ ആ ദൃശ്യം കാണിക്കുന്നുണ്ട്. ഈ 1 കിലോ വെള്ളിയുടെ ഇഷ്ടികകൾ ഞങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ആ ആളുകൾ അയോധ്യയിൽ ചെന്ന് രാമക്ഷേത്രത്തിലേക്ക് 1 വെള്ളി ഇഷ്ടികൾ ദാനം ചെയ്തു. ആകെ തുക കണക്കെടുത്താൽ ഈ വെള്ളി ഇഷ്ടികൾ നിർമ്മിക്കാൻ ഏകദേശം 1 കോടി രൂപ ചെലവായിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന രജിസ്ട്രറെ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ കൈകളിലാണ് ഈ ഇഷ്ടികകൾ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ആ സമയത്ത് അവർക്ക് ഇതിന് യാതൊരുവിധ റെസീറ്റും ലഭിച്ചിരുന്നില്ല. ആദ്യം ഇഷ്ടികകളുടെ ഗുണനിലവാരം പരിശോധിക്കുകയും അതിനുശേഷം റെസീറ്റ് നൽകുകയുള്ളൂ എന്ന് മാത്രമാണ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, കുറച്ച് ദിവസം കാത്തിരിക്കാം എന്ന് കരുതി അവർ മടങ്ങി. എന്നാൽ 6 മാസം കഴിഞ്ഞു പോയി. പിന്നീട് 1 വർഷം കഴിഞ്ഞു. 2 വർഷമായി, ഒടുവിൽ 5 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ഈ വെള്ളി ഇഷ്ടികകൾ ദാനം ചെയ്തതിൻ്റെ റെസീറ്റ് ലഭിച്ചിട്ടില്ല. ഇനി റെസീറ്റ് കിട്ടാത്തത് പോട്ടെ, കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് എന്തെന്നാൽ ഇന്ന് ഈ വെള്ളി ഇഷ്ടികകൾ എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല. ആ വെള്ളി ഇഷ്ടികകൾ ഒടുവിൽ എങ്ങോട്ട് പോയതാണെന്ന് ആർക്കും അറിയില്ല. ഇത് വെറും ഒരു ഒറ്റപ്പെട്ട കേസ് മാത്രമാണോ സുഹൃത്തുക്കളെ? യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് വളരെ വലുതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്നും പണം, സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ, ഇഷ്ടികകൾ, മാലകൾ തുടങ്ങിയ എല്ലാം കാണാതായിട്ടുണ്ട്. റിപ്പോർട്ടുകൾ വിശ്വസിക്കുകയാണെങ്കിൽ 200 കോടി രൂപ മുതൽ ആയിരക്കണക്കിന് കോടി രൂപ വരെ സംഭാവനകളാണ് ഇവിടെ കാണാതായിരിക്കുന്നത്. ഭഗവാൻ രാമന്റെ പേരിൽ ജനങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നതെന്നും ജനങ്ങളെ എങ്ങനെയാണ് കൊള്ളയടിച്ചതെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരാൾ രാമക്ഷേത്രത്തിൽ സംഭാവന നൽകുമ്പോൾ ആ പണം കൃത്യമായി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ അറിയണം. സാധാരണയായി ക്ഷേത്രത്തിൽ ആളുകൾ പണം സമർപ്പിക്കുമ്പോൾ ആ പണം അവിടെയുള്ള ഡൊണേഷൻ ബോക്സുകളിലാണ് ഇടുന്നത്. രാമക്ഷേത്രത്തിൽ പലയിടങ്ങളിലായി 35 ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബോക്സുകൾ നിറയുമ്പോൾ ആ പണം ഇരുമ്പ് പെട്ടികളിലേക്ക് മാറ്റുന്നു. തുടർന്ന് ഈ പെട്ടികൾ പൂട്ടി ട്രോളികളിലാക്കി 200 മീറ്റർ അകലെയുള്ള പിൽഗ്രിം ഫെസിലിറ്റേറ്റർ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സെന്ററിന്റെ ബേസ്മെന്റിൽ ഒരു പണം എണ്ണുന്ന മുറിയുണ്ട്. ഇവിടെ വെച്ച് ഈ പെട്ടി തുറന്ന് പണം പുറത്തെടുത്ത് എണ്ണാൻ തുടങ്ങുന്നു. ഇവിടെ വെച്ച് നോട്ടുകൾ, നാണയങ്ങൾ, ആഭരണങ്ങൾ എന്നിവ വേർതിരിക്കുകയും എണ്ണിക്കഴിഞ്ഞ ശേഷം ഈ പണം ബാങ്കിന്റെ പ്രത്യേക ബോക്സുകളിലേക്ക് നിക്ഷേപിക്കുന്നു. ഈ പെട്ടികൾ സീൽ ചെയ്തതിനു ശേഷം എല്ലാ ദിവസവും രാവിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പണം എണ്ണുന്ന പ്രക്രിയ 2 ഷിഫ്റ്റുകളിലായിട്ടാണ് നടക്കുന്നത്. ഓരോ ഷിഫ്റ്റിലും ഏകദേശം 20ഓളം ജീവനക്കാർ കാണുന്നു. ദിവസേനയുള്ള വഴിപാട് തുക ഏകദേശം 8 മുതൽ 13 ലക്ഷം രൂപ വരെയാണ്. ഇത് ചേഞ്ച് ആവാനുള്ള ചാൻസസും ഉണ്ട്. ചില പ്രത്യേക ദിവസങ്ങളിൽ 50 മുതൽ 60 ലക്ഷം രൂപ വരെ സംഭാവനയായി ലഭിക്കാറുമുണ്ട്. ഈ പണം എണ്ണുന്ന സമയം മുഴുവൻ നിരീക്ഷണത്തിനായി പ്രത്യേക ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരിക്കും. കൂടാതെ CCTV ക്യാമറകൾ വഴി എല്ലായ്പ്പോഴും നിരീക്ഷണം നടത്താറുണ്ട്. ഇനി ബാങ്കിന്റെ കാര്യത്തിലോട്ട് വരാം. ഈ പണമെല്ലാം പോകുന്നത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിനും അതിൻ്റെ മാനേജ്മെൻറ്റിനുമായിട്ട് 2020 ഫെബ്രുവരിയിലാണ് മോദി സർക്കാർ ഈ ഒരു സംരംഭം ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്. ഈ ട്രസ്റ്റിൽ ആകെ 15 അംഗങ്ങളാണുള്ളത്. ഇതിൽ 6 പേര് റിലീജിയസ് ഫിഗേഴ്സാണ്, മത നേതാക്കളാണ്. ബാക്കിയുള്ളവർ ഭൂരിഭാഗവും നരേന്ദ്രമോദി, BJP, RSS എന്നിവരുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളാണ്. ഇതിന് ഉദാഹരണമായിട്ട് കാണിക്കുന്നത് നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നുള്ള നൃപേന്ദ്ര മിശ്രയാണ് ഈ ക്ഷേത്ര നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ. അതുപോലെ ഈ ട്രസ്റ്റ് മുഴുവൻ ഘടനയും തയ്യാറാക്കിയത് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള യാനേഷ് കുമാർ ആണ്. അതുകൂടാതെ RSSുമായി ബന്ധമുള്ള അനിൽ മിശ്ര, കൃഷ്ണ മോഹൻ എന്നിവരും ട്രസ്റ്റി അംഗങ്ങളാണ്. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു സ്വതന്ത്ര ട്രസ്റ്റ് അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകളുണ്ട്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഈ ക്ഷേത്രം നടത്തുന്നത്. ഈ ട്രസ്റ്റിലെ ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തി ചമ്പത് റായ് ആയിരുന്നു. അദ്ദേഹം ഒരു കാലത്ത് RSSനൊപ്പമായിരുന്നു. കൂടാതെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വൈസ് പ്രസിഡന്റുമാണ്.
അദ്ദേഹത്തെയാണ് ഈ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുള്ളത്. ചമ്പത് റായിയുടെ അനുവാദമില്ലാതെ രാമക്ഷേത്രത്തിൽ ഒരു ഇല പോലും അനങ്ങില്ല എന്നാണ് പറയപ്പെടുന്നത്. കേൾക്കുമ്പോൾ കുറച്ച് വിഷമം തോന്നുമെങ്കിലും അതാണ് സത്യം. രാമക്ഷേത്രത്തിന്റെ മാനേജ്മെന്റ് ചമ്പത് റായ് അത്രയധികം ശക്തനായിട്ട് വാണുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് ട്രസ്റ്റിൽ പേരിന് 15 ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് ചമ്പത് റായ് മാത്രമായിരുന്നു. ഒരിക്കൽ ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ചമ്പത് റായ് തന്റെ വിശ്വസ്തരായിട്ടുള്ള ആളുകളെ ക്ഷേത്രത്തിന്റെ ചുമതലകൾ നൽകാൻ തുടങ്ങി. അതിൽ ഒരാളായിരുന്നു രാം ശങ്കർ യാദവ് എന്ന ടിനു യാദവ്. നോക്കൂ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന്. ഇയാൾ ചമ്പത് റായിയുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡ്രൈവർ കൂടിയായിരുന്നു. ചമ്പത് റായിയുടെ നിർദ്ദേശം പ്രകാരമാണ് ടിനു രാമക്ഷേത്രത്തിലെ പല കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. ടിനുവിന്റെ കാര്യങ്ങളിലും ആരും ഇടപെട്ടിരുന്നില്ല. ഇതിനൊപ്പം ടിനു തന്റെ അനന്തരവനായിട്ടുള്ള മനീഷ് യാദവിനെ അവിടെ ജോലിക്ക് ചേർക്കുന്നു. ഇതുകൂടാതെ പണം എണ്ണുന്നതിനായിട്ട് ഒരു സ്വകാര്യ ഏജൻസിയുടെ ആളുകളെയും കരാറിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് സുഹൃത്തുക്കളെ യഥാർത്ഥ ഫണ്ട് തട്ടിപ്പ് ആരംഭിക്കുന്നത്. സംഭാവനകൾ എണ്ണുന്ന മുറിയിൽ 3 തരത്തിലുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത് പണം എണ്ണാൻ വെച്ചിരിക്കുന്ന പ്രൈവറ്റ് ഏജൻസിയിലെ ജീവനക്കാർ. രണ്ടാമത് പണം എണ്ണുന്നവരെ നിരീക്ഷിക്കാൻ വെച്ചിരിക്കുന്ന ട്രസ്റ്റിന്റെ ജീവനക്കാർ. മൂന്നാമതായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റ് ടീമിലെ അംഗങ്ങൾ. അപ്പോൾ പരസ്പരം നിരീക്ഷിക്കാനും പരിശോധിക്കാനും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആരോപണം എന്തെന്നാൽ ഈ ആളുകളെല്ലാം പിന്നീട് പരസ്പരം കൈകോർക്കുകയും ഒരുമിച്ച് മോഷണം നടത്തി തുടങ്ങുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പല പേരുകളും പറഞ്ഞിട്ടുണ്ട്. പണം എണ്ണുന്നതിന്റെ ഇൻചാർജ് ആയിരുന്ന സുഭാഷ് ശ്രീവാസ്തവ, ക്ഷേത്രകാര്യങ്ങൾ നോക്കിയിരുന്ന ടിനു, കൂടാതെ അവിനാശ് ശുക്ല, ലവ്കുഷ് മിശ്ര, അനുകൂൽ മിശ്ര, മനീഷ് യാദവ്, കരുണേഷ് പാണ്ഡെ, രാം ശരൺ മിശ്ര, രാജേഷ് പത്തക്, KT തിവാരി എന്നിവരാണ്. പണം എണ്ണുമ്പോൾ ഈ ആളുകൾ നോട്ടുകെട്ടുകൾ 10 വീതമുള്ള ബണ്ടിലുകൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇവർ ഓരോ ബണ്ടിലുകളിൽ 12 മുതൽ 13 വരെ നോട്ടുകെട്ടുകൾ വെക്കുകയും പുറത്തേക്ക് കാണുമ്പോൾ വെറും 10 എണ്ണം മാത്രമായി കാണിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അധികം വരുന്ന നോട്ടുകെട്ടുകൾ മാറ്റിവെച്ച് ഇവർ പരസ്പരം വീതിച്ചെടുക്കുകയായിരുന്നു പതിവ്. ഈ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ അക്കൗണ്ട് ഇൻചാർജ് ആയിരുന്ന മഹിപാൽ സിംഗ് തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീഡിയോയിലെ മഹിപാൽ സിംഗിന്റെ ഓഡിയോ ക്ലിപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മഹിപാൽ സിംഗ് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇവിടെ അറസ്റ്റിലാകുന്നത് 3 മാസം മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI തന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പണം എണ്ണുന്ന ജീവനക്കാരിൽ സംശയമുണ്ട്, അവരെ മാറ്റണം എന്നുള്ളത്. അവരെ മാറ്റാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും റിപ്പോർട്ടുകൾ പ്രകാരം ട്രസ്റ്റിന്റെ ബന്ധപ്പെട്ട ചിലർ അത് തടഞ്ഞു. ആലോചിച്ച് നോക്കൂ, ബാങ്ക് തന്നെ പറയുന്നു ഇവരെ മാറ്റാൻ, പക്ഷേ ക്ഷേത്രം നടത്തുന്നവർ പറയുന്നു അവരവിടെ നിൽക്കട്ടെ എന്ന്. എന്തുകൊണ്ടായിരിക്കും അത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് പറയൂ. ഈ ജീവനക്കാരുടെ മാസ ശമ്പളം 14,000 മുതൽ 20,000 രൂപ മാത്രമാണ്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇവർ കോടീശ്വരന്മാരായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് കാർ മെക്കാനിക്കായിരുന്ന ലവ്കുഷ് മിശ്രയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ 11 ലക്ഷം രൂപയാണ് കണ്ടെടുത്തിട്ടുള്ളത്. KT തിവാരി എന്നയാൾ 5 കോടി രൂപയിലധികം മൂല്യമുള്ള സ്വത്തുക്കൾ വാങ്ങിച്ചു. അനുകൂൽ മിശ്ര 65 ലക്ഷത്തിന്റെ വീടും ഒരു ഫാം ഹൗസും വാങ്ങി. ഇവർക്കെല്ലാം മുകളിൽ ടിനു യാദവ് ഏകദേശം 50 കോടിയുടെ സ്വത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ചോദ്യം നമുക്കെല്ലാവരുടെ മനസ്സിലുണ്ടാകും. ഈ ആളുകൾ ക്ഷേത്രത്തിലെ ഫണ്ട് മോഷ്ടിക്കുമ്പോൾ രാമക്ഷേത്രം നടത്തുന്ന ട്രസ്റ്റിലെ മറ്റുള്ളവർ എന്തെടുക്കുകയായിരുന്നു? മഹിപാൽ സിംഗിനെ കുറിച്ച് പറയുമ്പോൾ 2021-22 കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഈ മോഷണ വിവരം ചമ്പത് റായിയോട് പറഞ്ഞതായിട്ടുള്ള വീഡിയോ ക്ലിപ്പുകളും ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? മഹിപാൽ സിംഗിനെ തൻ്റെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അതുകൂടാതെ അവിടുത്തെ 7 മുതൽ 8 മാസം വരെയുള്ള CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അന്ന് പല പ്രദേശവാസികളും പറയുന്നത് തങ്ങൾക്ക് ഈ തട്ടിപ്പിനെ കുറിച്ച് പണ്ടേ അറിയാമായിരുന്നു എന്നാണ്. എന്നാൽ അഴിമതി ജനങ്ങൾക്ക് മുമ്പിൽ വരുന്നത് ജൂൺ 7 സമാജ്വാദ് പാർട്ടി നേതാവായിട്ടുള്ള അഖിലേഷ് യാദവ് ഇതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തപ്പോഴാണ്. ഈ ട്വീറ്റിന് ശേഷം ചമ്പത് റായ് പറഞ്ഞത് സംഭാവനകളുടെ ഓഡിറ്റിൽ യാതൊരുവിധ ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടില്ല എന്നായിരുന്നു. എന്നാൽ അടുത്ത ദിവസത്തിൽ പല കഥകളും പുറത്തു വരാൻ തുടങ്ങി. ആളുകൾ പറയാൻ തുടങ്ങി, ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മാലകളും ദാനം ചെയ്തിട്ടുണ്ട്, ആഭരണങ്ങൾ നടങ്ങി, പക്ഷേ ഞങ്ങൾക്ക് ഇതിനൊന്നും റെസീറ്റ് കിട്ടിയിട്ടില്ല. ശിവസേനയുടെ സഞ്ജിത് റാവത്തും ഇത് തന്നെ ആരോപിച്ചു. തങ്ങൾ പാർട്ടിയുടെ 1 കോടി രൂപ വീതം ഏകദേശം 25 കിലോ വെള്ളി ഇഷ്ടികകൾ നൽകിയിരുന്നു, എന്നാൽ അവർക്കും റെസീറ്റ് ലഭിച്ചിട്ടില്ല. അതുപോലെ മുംബൈയിലെ പ്രമുഖ വ്യവസായിയായിട്ടുള്ള അനിൽ വിശ്വകർമ്മ 3 കിലോ വെള്ളിയുടെ മാലയും 1 കിലോയുടെ ചരണപാതുകങ്ങളും ദാനം ചെയ്തു. ടിനു യാദവ് അത് വാങ്ങിച്ചുവെങ്കിലും റെസീറ്റ് കിട്ടിയിട്ടില്ല. ഫണ്ട് തട്ടിപ്പ് ഒരു വശത്ത്, എന്നാൽ രാമക്ഷേത്രത്തിൽ പരസ്യമായിട്ട് കൊള്ളയും നടക്കുന്നുണ്ട്. ഏകദേശം 2 വർഷം മുമ്പാണ് ഈ വാർത്ത. ഒന്ന് കണ്ടു നോക്കൂ. ശ്രീരാമന്റെയും അദ്ദേഹത്തിന്റെ 3 സഹോദരന്മാരുടെയും സ്വർണ്ണ കിരീടങ്ങൾ കാണാതായി. ഗസിയാബാദിലെ ഒരു വ്യക്തി തൻ്റെ അമ്മയുടെ ആഭരണങ്ങൾ വിറ്റാണ് ഇത് ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അന്വേഷണം നടത്തിയപ്പോൾ ഈ കിരീടങ്ങൾ ട്രസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ അലമാരക്കുള്ളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ ആളുകൾ ഡൊണേഷൻ ബോക്സിൽ
സ്വർണം, വെള്ളി, ആഭരണങ്ങൾ ഇടാറുണ്ട്. എന്നാൽ ഇവരുടെ വെറും പണം, ക്യാഷ് മാത്രമേ എണ്ണാറുള്ളൂ. ഈ ആഭരണങ്ങളുടെ യാതൊരുവിധ രേഖയും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. മഹിപാൽ സിംഗ് പറയുന്നു, ടിനു യാദവ് ഈ ആഭരണങ്ങൾ നേരിട്ട് ചമ്പത് റായിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നു എന്നതാണ്. ഇവിടെ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, ട്രസ്റ്റ് രൂപീകരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ, അതായത് 2020 നവംബറിൽ തന്നെ ഒരു പ്രൈവറ്റ് ഓഡിറ്റ് കമ്പനി ഈ റിപ്പോർട്ട് നൽകിയിരുന്നു. രാമക്ഷേത്രത്തിലെ സംഭാവനകൾ കൃത്യമായിട്ട് ഒരു റെക്കോർഡും ഇല്ലെന്നും അത് മാനേജ്മെന്റ് വളരെ മോശമാണെന്നുമായിരുന്നു ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പിന്നീട് വലിയ അഴിമതികൾക്ക് കാരണമായേക്കാവുന്ന കാര്യങ്ങളെല്ലാം ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും 8 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഓഡിറ്റ് കമ്പനിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയിരുന്നില്ല. ഈ വിഷയം വെറുമൊരു കൊള്ളയിലോ അല്ലെങ്കിൽ ഫണ്ട് തട്ടിപ്പിലോ മാത്രം ഒതുങ്ങുന്നതല്ല. സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിൽ തന്നെ അഴിമതി നടന്നതായിട്ട് വ്യക്തമാവുന്നുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ സാമഗ്രികൾ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് 40% കമ്മീഷൻ വാങ്ങിച്ചിട്ടാണ് അവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നുള്ള ആരോപണമുണ്ട്. ക്ഷേത്ര നിർമ്മാണ ചുമതലയുള്ള ഗോപാൽ റാവുവിൻ്റെ അനന്തരവൻ സോമേഷ് ആനന്ദിൻ്റെ പേരിലാണ് ഇത് വന്നിരിക്കുന്നത്. ദൈനിക് ഭാസ്കർ പത്രത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സോമേഷിൻ്റെ അനുവാദമില്ലാതെ ക്ഷേത്ര നിർമ്മാണത്തിന് ഏർപ്പെട്ടിരിക്കുന്ന ഒരു കോൺട്രാക്റ്റുകൾക്കും പണം നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇതുകൂടാതെ ഇവിടുത്തെ ഭൂമി ഇടപാടുകൾ വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് ചില ആളുകൾ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങിക്കുകയും പിന്നീട് അത് വളരെ ഉയർന്ന വിലയ്ക്ക് ട്രസ്റ്റിന് മറച്ച് വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈനിക് ഭാസ്കറിൻ്റെ റിപ്പോർട്ട് പ്രകാരം ട്രസ്റ്റ് 17 ഇരട്ടി വരെ ഉയർന്ന വിലയ്ക്ക് ഭൂമി വാങ്ങിയിരിക്കുന്നു. ഈ കേസിൽ 2 പേർ ചേർന്ന് 2 കോടി രൂപയുടെ ഭൂമി വാങ്ങി. അതിനുശേഷം വെറും 10 മിനിറ്റിന് ശേഷം 18.5 കോടി രൂപയ്ക്കാണ് ഇത് ട്രസ്റ്റിന് വിറ്റിട്ടുള്ളത്. ഇത്തരം ഇടപാടുകളിൽ ചമ്പത് റായിയുടെ അനന്തരവൻ ചന്ദൻ റായ്ക്ക് പ്രധാന പങ്കുണ്ട് എന്നാണ് ആരോപിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിന് മുമ്പ് വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഇയാൾ ഇപ്പോൾ അയോധ്യയിലെ ഒരുപാട് ഭൂമി വാങ്ങുകയും ഹരിദ്വാറിൽ ഒരു ഹോട്ടൽ വരെ പണിയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയ വെളിപ്പെടുത്തലുകളൊന്നുമല്ല സുഹൃത്തുക്കളെ. 2021 ജൂണിൽ തന്നെ ഈ രേഖകൾ പുറത്തു വന്നതാണ്. അപ്പോഴും CBI ED അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്വേഷണം പോയിട്ട് ചമ്പത് റായിയോട് ആരും ഒരു ചോദ്യം പോലും ചോദിച്ചിരുന്നില്ല. അദ്ദേഹം വീണ്ടും വർഷങ്ങളോളം ആ കസേരയിൽ തന്നെ ഇരുന്നു. അതായത് ഒരു പ്രൊജക്റ്റിൽ ഇത്രയും വലിയ അഴിമതിയിൽ നടക്കുന്നത് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? അതായത് ഭൂമി വാങ്ങുന്നത് മുതൽ നിർമ്മാണത്തിലും സംഭാവനകളിലും വരെ തട്ടിപ്പ്. എന്നിട്ടും ഈ സർക്കാരിൻ്റെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കുകയായിരുന്നു. ഇത് മനഃപൂർവ്വം ആയിരുന്നോ അതോ അല്ലാതെയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. ഭഗവാൻ രാമൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ഇവർ എപ്പോഴും വരിയിൽ മുന്നിൽ തന്നെ നിൽക്കും. എന്നാൽ ഭഗവാന്റെ പേരിൽ നടക്കുന്ന കൊള്ള നടക്കുമ്പോൾ ഇവരത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രത്യക്ഷ പാർട്ടികളിൽ നിന്നും കടുത്ത സമ്മർദ്ദം ഉണ്ടായപ്പോഴാണ് ഉത്തർപ്രദേശ് സർക്കാർ അന്വേഷണം പോലും ഇതിന് SIT ആയിട്ടുള്ള നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ചോദ്യം ഇതാണ്, ഈ SIT വലിയ കുറ്റവാളികൾക്കെതിരെ നടപടി എടുക്കുമോ അതോ ചെറിയ ചില ആളുകളെ മാത്രം ശിക്ഷിച്ച് കേസ് അവസാനിപ്പിക്കുമോ എന്ന്. മഹന്ത് കമൽ നായിക് പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കുന്നവരെല്ലാം കള്ളന്മാരാണ്, ഈ ദൈവം തന്നെ നേരിട്ട് അന്വേഷിക്കണം എന്ന്. ഏതൊരു കുറ്റകൃത്യത്തിൻ്റെയും അന്വേഷണം തുടങ്ങുന്നത് ഒരു FIRയിലൂടെയാണ്. എന്നാൽ ഈ കേസിൽ ആദ്യം FIR ഇടാൻ പോലും ഈ ഒരു UP സർക്കാർ മടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ വെറും 8 പേരുടെ പേരുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ടിനു യാദവ്, സുഭാഷ് ശ്രീവാസ്തവ, പിന്നെ പണം എണ്ണുന്ന മറ്റ് 6 ഏജന്റുമാരും. ഈ ആളുകളെ ജൂൺ 26 അറസ്റ്റ് ചെയ്യുകയും ചമ്പത് റായ്, ഗോപാൽ റാവു, അമിൽ മിശ്ര തുടങ്ങിയ വലിയ പേരുകളൊന്നും ഈ FIRൽ ചേർത്തപ്പെട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. FIR വന്നതിന് തൊട്ടടുത്ത ദിവസം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചമ്പത് റായും അനിൽ മിശ്രയും രാജി വെക്കുകയുണ്ടായി. എന്നാൽ രാജി മാത്രം മതിയോ? ഇവിടെ ഇത്ര വലിയ അഴിമതി നടന്നിട്ടും അവരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ലേ? ഇനി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടലുകൾ കേൾക്കാം. ജൂൺ 12 BJP നേതാവായിട്ടുള്ള രഞ്ജിനി സിംഗ് ട്രസ്റ്റിൻ്റെ മുഴുവൻ കണക്കുകളും പരസ്യപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ട് PMOക്ക് പരാതി അയച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഒന്നും ചെയ്തില്ല. ആ പരാതി താഴത്തേക്ക് അയോധ്യ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്ററിന് കൈമാറിയിട്ടുണ്ട്. ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചമ്പത് റായിയോട് വിവരങ്ങളെല്ലാം ചോദിക്കാൻ പോയപ്പോൾ മറുപടി ലഭിച്ചത് ഇപ്പോൾ SIT അന്വേഷണം നടത്തുകയാണ്, അതുകൊണ്ട് ഒന്നും തരാൻ കഴിയില്ല എന്നാണ്. അതായത് പരാതി മുകളിൽ പോയി താഴോട്ട് വന്നു, ഫയൽ അതുപോലെ അടച്ചു. ഇനി ജൂലൈ 2 അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിയെ നേരിട്ട് ആരോപണം ഉന്നയിച്ചു. ഇന്റലിജൻസ് IB ഈ ക്രമക്കേടുകളെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് കുറഞ്ഞത് 12 റിപ്പോർട്ടുകളെങ്കിലും അയച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം അതിനൊന്നും മിണ്ടിയിട്ടില്ല എന്നും കൂടെ കേജ്രിവാൾ പറഞ്ഞു. എന്നാൽ കണ്ടിട്ടും അന്ധനായിട്ട് ധൃതരാഷ്ട്രർ എന്നാണ് കേജ്രിവാൾ മോദിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സർക്കാരിൽ ഇത് ആദ്യമായല്ല അറിയുന്നത്. 2021-22 മുതൽ തന്നെ ഇത്തരം വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചോദ്യം ചെയ്തു വരുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. രാമഭക്തരുടെ അഗ്നിപരീക്ഷ എടുക്കരുത്, അവരുടെ വിശ്വാസത്തെയും കളിയാക്കരുത് എന്നും കൂടെ പറഞ്ഞു. യഥാർത്ഥത്തിൽ വിശ്വാസവുമായിട്ട്
കളിക്കുന്നത് ആരാണ്? അഴിമതി നടത്തുന്നവരോ അതോ അതിനെ ചോദിക്കുന്നവരോ? നരേന്ദ്രമോദിയെ ഭഗവാൻ രാമനേക്കാൾ മുകളിൽ കാണുന്ന ചില അന്ധഭക്തരുണ്ട് ഇവിടെ. അവർ വിചാരിക്കുന്നത് അഴിമതി നടത്താൻ എന്താ, അവരുടെ പണം ഉപയോഗിച്ചോട്ടെ, ഒരു ഹിന്ദു മറ്റൊരു ഹിന്ദുവിൻ്റെ പണം എടുത്താൽ നിങ്ങൾക്കെന്താണ് പ്രശ്നം? അങ്ങനെയുള്ള ആളുകളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ബാക്കിയുള്ള സാധാരണ ഇന്ത്യക്കാരോട് എനിക്ക് ഒരു ഉപദേശം നൽകാനുണ്ട്. കേൾക്കുമ്പോൾ കുറച്ച് വിവാദപരമായി തോന്നാം, പക്ഷേ ഈ ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും ഒരിക്കലും പണം സംഭാവന നൽകരുത്. അവിടെ രാമക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതുപോലെ പല ക്ഷേത്രങ്ങളിലും ഫണ്ട് തട്ടിപ്പ് വാർത്ത വന്നിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിക്കുന്ന പണം പുറകിലിരുന്ന് ഏതെങ്കിലും തട്ടിപ്പുകാർ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ പണം നൽകും എന്നുണ്ടെങ്കിൽ ആ പണം ഏതെങ്കിലും പാവപ്പെട്ടവർക്കോ പാവങ്ങളെ സഹായിക്കുന്ന NGOക്കോ അതല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നവർക്കോ നൽകൂ. അത് രാജ്യത്തിന് കൂടുതൽ ഗുണം ചെയ്യും. ഓർക്കുക, ദൈവം ക്ഷേത്രത്തിൽ മാത്രമല്ല ഉള്ളത്. സ്വദേശ് സിനിമയിലെ കവിത ധ്രുവറാട്ടി ഇവിടെ ചെല്ലുന്നുണ്ട്. അതായത് രാമൻ കരുണയിലാണ്, ശാന്തിയിലാണ്, ഐക്യത്തിലാണുള്ളത്. മനസ്സിലെ രാവണനെ പുറത്താക്കുന്നവൻ്റെ മനസ്സിലാണ് രാമൻ ഉള്ളത്. ഏറ്റവും ഉച്ചത്തിൽ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന പലരുടെയും മനസ്സിൽ രാമനല്ല, രാവണനാണ് ഉള്ളത്. രാമൻ്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നവരാണ് ഏറ്റവും വലിയ അഴിമതിക്കാർ. ഇതിലും വലിയ കുറ്റക്കാരാണ് അവരെ സംരക്ഷിക്കുന്നവർ. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ധ്രുവറാട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ അയോധ്യയിൽ ലാൻഡ് വാങ്ങുന്ന സമയം മുതലുള്ള അഴിമതി മുതൽ ഇപ്പോൾ ഈ സമയം വരെ അവിടെ കട്ടുകളഞ്ഞ് അല്ലെങ്കിൽ എടുത്തു കളഞ്ഞിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വാസ്തവം എന്താണെന്നും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെയും നേതാക്കൾ ആരൊക്കെയാണെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും.